ഞാൻ കവിരാജ് അമ്പലപ്പുഴ. നമ്മുടെ രാജ്യത്തിന്റെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നായ ഫിലിപ്പൈൻസിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോവുകയുണ്ടായി. അതിന്റെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഫിലിപ്പൈൻസിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടതും. അതുപോലെ തന്നെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സാന്താമോണിക്ക ടൂർസ് ആണ് ഞങ്ങൾക്ക് ഈ ടൂർ അറേഞ്ച് ചെയ്തത് തന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുമല്ലെങ്കിൽ എറണാകുളം എയർപോർട്ട് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. നഗര മധ്യത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ വടക്ക് കിഴക്കായി നെടുമ്പാശ്ശേരി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് എന്ന ബഹുമതിയും നമ്മുടെ ഈ എയർപോർട്ടിനുണ്ട്. എന്റെ ഫിലിപ്പൈൻ യാത്രയ്ക്ക് ഞങ്ങൾ തെരഞ്ഞെടുത്ത എയർലൈൻസ് സിംഗപ്പൂർ എയർലൈൻസ് ആണ്. HQ537 സിംഗപ്പൂർ എയർലൈൻസ്. സിംഗപ്പൂർ എയർലൈൻസിന്റെ ബോയിങ് 320 ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡായി കഴിഞ്ഞു. ഞങ്ങളുടെ ഈ വിമാനം ആദ്യം സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം അവിടുന്ന് 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് ഫിലിപ്പൈൻസിന്റെ സിബു സിറ്റിയിലേക്ക്. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ മണീലയാണ്. പക്ഷെ മണീലയിൽ ഞങ്ങൾ അവസാനം മാത്രമേ സന്ദർശിക്കുകയുള്ളൂ. ആദ്യം ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിബു സിറ്റിയിലേക്കാണ്, സിബു എയർപോർട്ടിൽ. യാത്രകളിൽ ഏറ്റവും സുരക്ഷിതത്വമായ ഒരു യാത്രയാണ് വിമാനത്തിലുള്ള യാത്ര. പക്ഷേ ഇതിനിടയിൽ നമുക്ക് സംഭവിക്കാനിടയുള്ള ടർബുലൻസ് എന്ന അവസ്ഥയെ ഞാൻ വളരെയധികം ഭയപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ്. 10-20 വർഷം ഞാൻ എയർലൈൻസിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ടർബുലൻസ് എന്ന് പറഞ്ഞാൽ ഇന്നും അഭിമുഖീകരിക്കുന്ന വളരെ ഭയപ്പാട് കൂടിയാണ്. അങ്ങനെ ഒരു ടർബുലൻസ് ഏരിയയിൽ കൂടിയാണ് നമ്മുടെ വിമാനം ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിൻസ് നേരത്തെ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ വെളിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടർബുലൻസ് എന്നത് വായുവിലോ വെള്ളത്തിലോ ഉള്ള ഒരു അസ്ഥിരമായ ചലനങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മൾ ഒരു വിമാനത്തിൽ ഇരിക്കുമ്പോൾ വായുവിലെ മാറ്റങ്ങൾ അല്ലെ വായു ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള ചലനം കൊണ്ടാണ് ഈ ടർബുലൻസ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഭയപ്പെടാനൊന്നും തന്നെ ഇല്ല. ഇത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് കൺട്രോൾ ആകും. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ വിമാനയാത്രയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. നല്ല മഴയും കാറ്റും ഉള്ള സമയമായിരുന്നു, ലാൻഡിംഗ് ടൈം ആയിരുന്നു പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഇത്രയും ടർബുലൻസ് ഉണ്ടാകാൻ കാരണം. സിംഗപ്പൂരിലെ സീ പോർട്ടിന്റെ മുകളിൽ കൂടെയാണ് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇനി ഏകദേശം 1-2 മിനിറ്റിനുള്ളിൽ ചാങ്കായ് സിംഗപ്പൂരിലെ ചാങ്കായ് എയർപോർട്ടിൽ ടച്ച് ഡൗൺ ആകും. ഏകദേശം ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിംഗപ്പൂരിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്ത ചാങ്കി എയർപോർട്ട്. സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗതാഗത കേന്ദ്രങ്ങളിലൊന്നാണ്, വ്യോമയാന ഗതാഗത കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ ലോകോത്തര വിമാനത്താവളം തടസ്സങ്ങളില്ലാതെ യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നു. ഒപ്പം തന്നെ കാര്യക്ഷമമായ സേവനങ്ങളും പ്രചോദനാത്മകമായ നിമിഷങ്ങളും സംയോജിച്ചുള്ള പ്രവർത്തന രീതികളാണ് ഈ എയർപോർട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ എയർപോർട്ടിലെ വാസ്തുവിദ്യാ വിസ്മയം ഒന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വിമാനത്താവളത്തിനുള്ളിലെ സംയോജിത ജീവിതശൈലി കേന്ദ്രമാണ് ജുവൻ. സമർത്ഥമായ പൂന്തോട്ടങ്ങൾ, അതിശയകരമായ വെള്ളച്ചാട്ടം, ഷോപ്പിംഗ്, ഡൈനിങ്, വിനോദ ഓപ്ഷനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ എയർപോർട്ട് ടെർമിനലിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന വളരെയധികം ഇൻഫർമേഷൻ ഡിസ്പ്ലേകളിൽ നിന്നും ഫ്ലൈറ്റിന്റെ സ്റ്റാറ്റസുകൾ നമുക്ക് തത്സമയം തന്നെ അറിയുവാൻ സാധിക്കുന്നു. തത്സമയ അപ്ഡേറ്റുകൾ ഉപയോഗിച്ച് ഫ്ലൈറ്റിന്റെ ആഗമനത്തെക്കുറിച്ചും പുറപ്പെടലിനെ കുറിച്ചും എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. അത് പാർക്ക് ചെയ്തിരിക്കുന്ന രീതിയും അത് പാർക്ക് ചെയ്തിരിക്കുന്ന ബേയും ബോർഡിംഗ് ഗേറ്റ് മുതലായ ഒരു യാത്രക്കാരൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും അത് ഓരോ ഡിസ്പ്ലേയിൽ നിന്നും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 3 ടെർമിനൽസ് ഉള്ള സിംഗപ്പൂരിൽ ടെർമിനൽ 3-യിലായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്നത്. ടെർമിനൽ 3-യിൽ നിന്ന് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്ന ഫിലിപ്പൈൻസിലെ സിബു എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ആകുന്നത്. അത് കാരണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഫ്ലൈറ്റിൽ വരാനും ഡിപ്പാർച്ചർ ആകാനും ബോർഡാകാനും സാധിച്ചു. നമ്മൾ ഇവിടെ ഈ എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രക്കാരനായാലും അല്ലെങ്കിൽ പരിവേഷണം നടത്തുന്ന ഒരാളായാലും ഒരു പാസഞ്ചർ ആയാലും ചാങ്കി എയർപോർട്ട് ഒരു ട്രാൻസിറ്റ് പോയിന്റ് മാത്രമായിട്ട് കണക്കൂട്ടേണ്ട കാര്യമില്ല. കാരണം അതൊരു ലക്ഷ്യസ്ഥാനം കൂടിയാണ്. സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്നും ട്രാൻസിറ്റായി ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഫിലിപ്പൈൻസിലെ സിബുവിൽ എത്തിച്ചേർന്നു. അവിടുത്തെ അറൈവൽ ഹാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വരാനുള്ള ബസ് കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ആദ്യമേ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിൽ പോയി ഞങ്ങളുടെ ലഞ്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾക്ക് സിറ്റി ടൂർ ഉണ്ട്. സിബു പ്രവിശ്യ എന്നാണ് ഇത് ഔദ്യോഗികമായി അറിയുന്നത്. ഫിലിപ്പൈൻസിലെ സെൻട്രൽ വിയസാസ് മേഖലയിലെ ഒരു ആകർഷകമായ സ്ഥലമാണ് ഇത്. ഇത് ഒരു പ്രധാന ദ്വീപും, അതായത് ഈ സിബു എന്ന് പറഞ്ഞ ഒരു പ്രധാന ദ്വീപും ഇതിനോടനുബന്ധിച്ച് ചുറ്റുമുള്ള 167 ദ്വീപുകളും ഉൾക്കൊണ്ടതാണ് ഈ പ്രവിശ്യ.
ഈ എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയതിനു ശേഷം കസ്റ്റം ക്ലിയറൻസും എമിഗ്രേഷൻ ക്ലിയറൻസും മറ്റു ഫോർമാലിറ്റീസുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങളെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ബസ്സാണ് ഇത്. സാന്താമോണിക്കയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ബസ്സാണ് ഇത്. ഈ ബസ്സിലാണ് ഇനി ഞങ്ങളുടെ ടൂർ മുന്നോട്ട് പോകുന്നത്. മാറിയോ എന്ന പ്രഗത്ഭനായ ഡ്രൈവറെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും ഈ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇസ്കന്ദർ എന്ന ഗൈഡും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ സഹായത്താൽ ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയുവാനും ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആധുനികതയുടെയും ചരിത്രത്തിന്റെയും സമന്വയമാണ് ഈ കോസ്മോപൊളിറ്റൻ മെട്രോപോളിസ് നഗരം. അതിന്റെ ഊർജ്ജസ്വലമായ തെരുവുകൾ, സാംസ്കാരിക ലാൻഡ്മാർക്കുകൾ, തിരക്കേറിയ മാർക്കറ്റുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും പര്യവേഷണം ചെയ്യാനും മാറിയോയും ഇസ്കന്ദറും ഞങ്ങളെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. യാത്ര ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അക്കോമഡേഷൻ ശരിയാക്കിയിരുന്ന ഹോട്ടലിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. സവോയ് എന്ന പേരിലുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് അക്കോമഡേഷൻ തയ്യാറാക്കിയിരുന്നത്. സിബുവിൽ ഞങ്ങൾ 2 ദിവസം ഇവിടെ കാണും. അതിനുശേഷമായിരിക്കും ഞങ്ങൾ ക്ലാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ടൗണിലേക്ക് പോകും. അവിടെയും 2 ദിവസം താമസിക്കും. അതിനുശേഷമായിരിക്കും ഫൈനലായിട്ട് മണീലയിൽ പോവുക. മണീലയിലും 2 ദിവസം കാണും. ടോട്ടൽ 6 ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. ഹോട്ടലിൽ എത്തിച്ചേർന്ന ഞങ്ങൾ ചെക്കിംഗ് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. വെളുത്ത മണൽ ബീച്ചുകൾക്ക് വളരെ പേരുകേട്ടതാണ് ഈ സിബുവിലുള്ള ബീച്ചുകളെല്ലാം തന്നെ. വാട്ടർ സ്പോർട്സിൽ ഏർപ്പെടാനോ തീരത്ത് വിശ്രമിക്കാനോ ഉള്ള അവസരം കിട്ടുകയാണെങ്കിൽ യാതൊരു കാരണവശാലും അത് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ സീബിലെ ഏറ്റവും അത്യാകർഷമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബാഡിയനിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നീല വെള്ളച്ചാട്ടങ്ങൾ. തീർച്ചയായിട്ടും അതൊന്ന് പോയി കാണണം സീബ് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ. പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളും ഉന്മേഷദായകമായ കുളങ്ങളും പ്രകൃതി സ്നേഹികളായ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും ആകർഷകമായിരിക്കും ആ സ്ഥലങ്ങൾ. അത് മാത്രമല്ല, ഒസ്ലോബിയ എന്ന സ്ഥലത്ത് ഒരു തിമിംഗല സ്രാവ് നിരീക്ഷണ കേന്ദ്രമുണ്ട്. വളരെ സൗമ്യരായ ഭീമന്മാരായ ഈ സ്രാവുകളെ നേരിട്ട് കാണാനും അവയോട്ട് കണ്ടുമുട്ടാനും അവയുമായിട്ട് ഇടപഴകാനും ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് കിട്ടും. എൻ്റെ വരും എപ്പിസോഡുകളിൽ ഞാൻ അതെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്നും കാണാൻ മറക്കരുത്. ഹോട്ടലിൽ ഞങ്ങളുടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈകുന്നേരം ഞങ്ങൾ ഒരു സിറ്റി ടൂറിന് വേണ്ടി ഇറങ്ങി. ഫോർട്ട് സാൻ പെഡ്രോ എന്നറിയപ്പെടുന്ന ഒരു കോട്ട, സൈനിക കോട്ട, ചരിത്രപരമായ സൈനിക പ്രതിരോധ കോട്ടയാണ് അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അത് സീബുവിൽ നിന്നും അതിന് തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു ദ്വീപിലാണ് ആ സ്ഥലം. അവിടേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പൈൻസിലെ ക്യാപ്റ്റൻസി ജനറലിന്റെ ആദ്യത്തെ ഗവർണറായിരുന്ന മിഗ്വൽ ലോപോഡി ലഗാസ്പിയുടെ നേതൃത്വത്തിൽ സ്പാനിഷുകാരാണ് ആ കോട്ട നിർമ്മിച്ചത്. കോട്ടയ്ക്ക് വളരെ സമ്പന്നമായ ചരിത്രവും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ് അത്. ലഗാസ്പിയുടെ വരവിന് തൊട്ടു പിന്നാലെ നിർമ്മിച്ച യഥാർത്ഥ കോട്ട മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. എന്നിരുന്നാലും 17-ാം നൂറ്റാണ്ടിൽ മുസ്ലിം റൈഡറുകളുടെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കൽക്കോട്ട നിർമ്മിക്കേണ്ടി വന്നു. സാൻ പെട്രോ ഫോർട്ട് എന്നാണ് അതായത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ കോട്ട. ഇതിന്റെ ആകൃതി ത്രികോണാകൃതിയിലാണ്. 2 വശങ്ങൾ കടലിനും 3-ാമത്തെ വശം കരയ്ക്കും അഭിമുഖമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ കോട്ടയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞ് നമുക്ക് ഇനി അകത്തേക്ക് കയറാം. പക്ഷേ ഞങ്ങൾ വന്നത് അല്പം താമസിച്ചത് കാരണം കോട്ട യഥാർത്ഥത്തിൽ ടൈം കഴിഞ്ഞത് കാരണം അടച്ചിരിക്കുകയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ഗൈഡിന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. പക്ഷേ 1/2 മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് അവിടെ കയറാനും അതിന്റെ പരിസരങ്ങൾ വീക്ഷിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള അനുവാദം കിട്ടിയിരുന്നുള്ളൂ. കാരണം എല്ലാ ദിവസവും 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇത് തുറന്നു കൊടുക്കുന്നതും വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. ഇത്രയും സമയമുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം 5 മണിയായി. പിന്നെ ഗൈഡിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമുക്കൊരു 1/2 മണിക്കൂർ നീട്ടി കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് കാണാൻ സാധിച്ചത് തന്നെ. ഫിലിപ്പൈൻസിലെ ഏറ്റവും പഴക്കം ചെന്ന ത്രികോണാകൃതിയിലുള്ള കോട്ട എന്ന ബഹുമതിയും രാജ്യത്തെ ആദ്യത്തെ സ്പാനിഷ് സെറ്റിൽമെന്റ് ഭ്രൂണമായും ഇതിനെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫിലിപ്പീൻസ് വിപ്ലവകാലത്ത് ഫിലിപ്പീനോ വിപ്ലവകാരികൾ കോട്ട ആക്രമിക്കുകയും അവരത് പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവർ മറ്റൊരു പ്രതിരോധ കോട്ടയായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇന്ന് കോട്ടയുടെ ഒരു ഭാഗം ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നുണ്ട്. രേഖകൾ, പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ തുടങ്ങിയ സ്പാനിഷ് പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ. പുതിയൊരു പുൽത്തകിടി അവർ നിർമ്മിച്ചിട്ടുണ്ട്. അത് കല്യാണ ആവശ്യങ്ങൾക്കും ജന്മദിന ആവശ്യങ്ങൾക്കും ആവശ്യമായ അംഗീകാരങ്ങൾക്ക് ശേഷം വിധേയമായിട്ട് ഉപയോഗിക്കാൻ അനുവാദമുണ്ട്. ഈ കോട്ടയ്ക്ക്, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോട്ടയ്ക്ക്
2025 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. ഭിത്തികൾക്ക് 6 മീറ്റർ ഉയരവും 2.5 മീറ്റർ ഘനവും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗോപുരങ്ങൾ തറനിരപ്പിൽ നിന്നും 9 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ മുൻവശത്ത് ഈ കോട്ടയിലേക്കുള്ള പ്രവേശന കവാടം നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. അവിടെ 14 പീരങ്കികൾ ഒരിക്കൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ മിക്കതും ഇന്ന് അവിടെ ഉണ്ട്. ആ പ്രദേശത്തേക്ക് നമുക്ക് പോയി കാണണം. പക്ഷെ സമയക്കുറവുണ്ട്, കാരണം ഇപ്പോൾ തന്നെ നേരം സന്ധ്യയായി കഴിഞ്ഞു. എങ്കിലും നമുക്ക് ശ്രമിക്കാം, പോയി കാണാം. ഇതേ തുടർന്നുള്ള മറ്റു വിവരങ്ങളും ദൃശ്യങ്ങളും അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് തരാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.